മെട്രോയിലാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കുള്ള മെട്രോ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 4 പേരാണ് ഈ യാത്രയിലുള്ളത്. ഇനിയുള്ള 8-9 ദിവസം കേരളം വിട്ടുള്ള കളികളാണ്. ഇനി ലഗേജ് കൊടുക്കണം, പിന്നെ ബോർഡിംഗ് പാസും എടുക്കണം. നമ്മൾ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും റിച്ച് പരിപാടികളൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് ടൈം ആയി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ചില്ല് തുടച്ചോണ്ടിരിക്കണ വലിയ ക്യൂ ആണ്. ഫ്ലൈറ്റിൽ നിൽക്കേണ്ടി വരുമോ? നമ്മുടേത് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്, നേരെ ഹൈദരാബാദിലേക്കാണ്. അങ്ങനെ നമ്മുടെ വിമാനം പറന്നുയരുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഹൈദരാബാദിൽ ലാൻഡ് ചെയ്യാനായിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഹൈദരാബാദ് വരുന്നത്, പക്ഷേ ഇത് എയർപോർട്ടിൽ മാത്രം ചുരുങ്ങുന്ന വരവാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. ഈ ലോഞ്ചിൽ നമ്മൾ കുറച്ച് നേരം ഉണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മുടെ ഡൽഹി ഫ്ലൈറ്റ്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് തന്നെ ആയതുകൊണ്ട് ലഗേജ് ഡൽഹിയിൽ കിട്ടിക്കോളും. ചാറ്റിന്റെ ഒരു സെക്ഷൻ ഉണ്ട്, പിന്നെ ലൈവ് സെക്ഷൻ ഇവിടെയുണ്ട്. ഇതൊരു നല്ല ആക്റ്റീവ് ഏരിയ തന്നെയാണ്. സമയം 2 മണി കഴിഞ്ഞിട്ടും ലോഞ്ചിൽ നല്ല തിരക്കാണ്. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഒരു കാപ്പുച്ചിനോ കോഫി കൂടി കുടിക്കാമെന്ന് കരുതി. മെഷീൻ മെയ്ഡ് കോഫിയാണ്, നല്ല രുചിയുണ്ടായിരുന്നു. ഹൈദരാബാദ് എയർപോർട്ടിന്റെ ഇന്റീരിയർ മനോഹരമാണ് കേട്ടോ. ഈ ഫ്രെയിം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആദ്യം 1 കിളി, പിന്നെ 2 കിളിയേയും കിട്ടി. ഞങ്ങളുടെ 11th ഗേറ്റിൽ ആരും തന്നെ ഇല്ല. ഞങ്ങളും സ്റ്റാഫുകളും എന്തിനോ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരു കുഞ്ഞു വിമാനം വന്നിറങ്ങുന്ന കാഴ്ചയാണ് ഇത് കേട്ടോ. ഇതൊരു വലിയ വിമാനവും. ഇത് പറന്നു വരാൻ പോവുകയാണ്. എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പുറത്തൊരു പ്രൈവറ്റ് ജെറ്റ് നിർത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. പ്രൈവറ്റ് ജെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ചെറിയ ജെറ്റും കാണാമായിരുന്നു. എയർപോർട്ടിലെ ഇത്തരം കാഴ്ചകൾ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അവിടെ ജോലി ചെയ്യുന്നവർ നല്ല ചൂട് സഹിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഫ്രെയിമിലേക്ക് ഇൻഡിഗോയുടെ എൻട്രി നോക്കിക്കേ, നല്ല രസം അല്ലേ. ഇനി വലതുകാല് വെച്ച് കയറിയില്ല എന്ന പരാതി വേണ്ട. 7000 രൂപയാണ് കൊച്ചി മുതൽ ഡൽഹി വരെയുള്ള യാത്രാ ചാർജ്. ഫ്ലൈറ്റ് അനങ്ങി തുടങ്ങി. വിൻഡോ ഗ്ലാസ് ഒട്ടും ക്ലിയർ അല്ല. അതാണ് ചെറിയൊരു വിഷമം. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിന്റെ അകം. അത്യാവശ്യം വലുത് തന്നെ. ഹൈദരാബാദിന്റെ കാഴ്ചകൾ നമുക്ക് താഴെ കാണാം. നല്ല വെയിലാണ്. ഇപ്പോൾ താഴെ മേഘം കാണാം. അതൊരു രസമുള്ള കാഴ്ച തന്നെയാണ് അല്ലേ. പല രീതിയിൽ പഞ്ഞിക്കെട്ട് പോലെ ചെറുതായി ഒന്ന് മയങ്ങിപ്പോയിരുന്നു, പിന്നെ എണീറ്റിരുന്നു. അപ്പോഴും കാഴ്ച സെയിം തന്നെ. ജനലിൽ കൂടെ മനോഹര കാഴ്ച കിട്ടിത്തുടങ്ങി. മേഘങ്ങളെ കുത്തിത്തൊളിച്ച് നമ്മുടെ ഫ്ലൈറ്റ് താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പല പാറ്റേൺസിൽ ക്ലൗഡ്സ് കാണാം. അതിൻ്റെ ഇടയിൽ കൂടെ സൺലൈറ്റ് കടന്നു വരുന്നു. ഡൽഹിയുടെ ചെറിയ കാഴ്ചകൾ കണ്ടു തുടങ്ങിയിട്ടോ. ഫ്ലൈറ്റിന്റെ വിങ്സിൽ ഉണ്ടാകുന്ന എയറോഡൈനാമിക്സ് അഡ്ജസ്റ്റ്മെന്റ്സ് ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ്. ഇന്ത്യസ് ലാർജസ്റ്റ് ആൻഡ് ബിസിയസ്റ്റ് എയർപോർട്ട്. ഡൽഹി എത്തി ഗൈസ്. ഇന്റർനാഷണൽ ടെർമിനലിൽ നിന്നും അണ്ടർഗ്രൗണ്ടിലേക്ക് പോകണം. ഇവിടുത്തെ മെട്രോ കൂടുതലും അണ്ടർഗ്രൗണ്ട് ആണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു ഇവിടെയൊക്കെ. ഗൈസ്, വി റീച്ച് ന്യൂ ദില്ലി റെയിൽവേ സ്റ്റേഷൻ. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ. അറിയാലോ, മഹാകുംഭമേള നടക്കുകയാണ്. തിരക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു വടം കെട്ടി വെച്ചിരിക്കുകയാണ് പ്ലാറ്റ്ഫോമിൽ. അതിനപ്പുറത്തേക്ക് കയറിയാൽ നല്ല അടി കിട്ടും. തിരക്ക് കാണുമ്പോൾ ഒരു ടെൻഷൻ പോലെ. കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ ശ്രീനഗറിലേക്ക് ചിലപ്പോൾ വന്ദേ ഭാരത് ഓടി തുടങ്ങും. നമ്മൾ ഉള്ളിലെത്തി ഗൈസ്. റൈസ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ദാൽ കറി, വെജിറ്റബിളിന്റെ ഒരു ഐറ്റം, പിന്നെ പനീരുണ്ട്, പിന്നെ തൈര്, അച്ചാറ്, പൂണ്. കൊള്ളാട്ടോ, വലിയ പ്രോബ്ലം ഒന്നും പറയാനില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദേ ഐസ്ക്രീം എത്തി. നല്ല ബെഡ്ഷീറ്റ്, വിരിക്കോ പുതയ്ക്കോ ചെയ്യാം. പിന്നെ പുതപ്പ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തു. ഡീസൻറ്റ് സർവീസ് ആണ് കേട്ടോ. ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ്. ജമ്മുവിലെ കാഴ്ച ഇനി നെക്സ്റ്റ് വീഡിയോയിൽ.